സതീഷ് ചേട്ടൻ എയറിലാണ്, ഐ മീൻ ഹെലികോപ്റ്ററിലാണെന്ന്. ഹെലികോപ്റ്ററിൽ പറന്ന് നടക്കാൻ ആർക്കായാലും ആഗ്രഹം കാണില്ലേ? നമ്മുടെ സതീഷ് ചേട്ടൻ ആളാകെ മാറി ഗൈസ്. നമ്മുടെ സതീഷ് ചേട്ടനും ടീമും മുഖ്യമന്ത്രിക്കെതിരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണം എന്തുട്ടാ? അവർക്ക് ഭയങ്കര ധൂർത്താണെന്നല്ലേ? ആ ധൂർത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധൂർത്ത് എന്തുട്ടായിരുന്നു? ഹെലികോപ്റ്റർ ധൂർത്ത്. ആരോപണം ഉന്നയിക്കുമ്പോഴേ പണ്ടത്തെ പോലെ ഒരു ഹൈപ്പ് സതീഷ് ചേട്ടന് കിട്ടുന്നില്ല. അതുകൊണ്ട് മാസമായി സ്ലോ മോഷനിൽ വന്ന് ആരോപണം ഉന്നയിക്കാനാണ് ഇനി സതീഷ് ചേട്ടന്റെ തീരുമാനം. കോൺഗ്രസിന്റെ പരിപാടിയായ സമരാഗ്നിയിൽ പങ്കെടുക്കാൻ സതീഷ് ചേട്ടൻ വന്ന വരവ് കണ്ട. സമരാഗ്നിയുടെ ചുമതലയുള്ള ഏജൻസി ഏർപ്പെടുത്തിയ ഹെലികോപ്റ്ററിലാണ് സതീഷ് ചേട്ടൻ വന്നത്. സതീഷ് ചേട്ടൻ ഹെലികോപ്റ്ററിലാണ് വന്നതെന്ന് ആരും അറിയണ്ടെന്നൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും ഒരു ടോക്കുണ്ട്. പിന്നെ അല്ലാണ്ട് മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ വാങ്ങിയതിനെ നാഴികയ്ക്ക് 40 വട്ടം ധൂർത്ത് ധൂർത്ത് എന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോൾ സതീഷ് ചേട്ടനും അങ്ങനെ ഹെലികോപ്റ്ററിലാണ് യാത്ര ചെയ്യണതെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? അതുകൊണ്ട് ആരും ഒന്നും അറിയണ്ട, ആരോടും പറയാതെ നമുക്ക് ധൂർത്തില്ലാത്ത ഹെലികോപ്റ്ററിൽ പറക്കാം. അല്ല, ഹെലികോപ്റ്ററിലാണ് സതീഷ് ചേട്ടൻ വന്നതെന്ന് അധികാരം അറിയണ്ടെന്ന് നിർദ്ദേശം ഉണ്ടായിട്ടും ഈ വീഡിയോ എങ്ങനെ പുറത്തു വന്നു? ആ കാര്യവും കഷ്ടമാണെന്നേ. പാർട്ടിക്കാർ തന്നെയാ ഇത് പുറത്ത് വിട്ടതെന്നാണ് പുറത്തുള്ള സംസാരം. അത് പിന്നെ ഈ ശീലം പാർട്ടിക്കാർക്ക് പണ്ടേ ഉള്ളതാണല്ലോ. അല്ല, ഇത് കാണുമ്പോഴേ പണ്ട് ഇന്ധന വില വർധനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് സൈക്കിൾ റാലി നടത്തിയത് ഓർമ്മ വരുന്നത്. ഞാൻ ചവിട്ടിക്കൊണ്ടിരുന്നപ്പം ഞാൻ കൂടുതലോട് പറഞ്ഞു, എടാ പദയാത്ര തന്നെ മതിയായിരുന്നു, പദയാത്ര തന്നെ മതിയായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞ് അണ്ണന്റെ തന്നെ ബുദ്ധിയാണല്ലോ, അണ്ണൻ ചവിട്ടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആരോ മുമ്പിന്ന് പറഞ്ഞ് ഇത് ലൈവാണ്, ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവനോട് കൈ കാണിച്ചു, എടാ അത് ഡിലീറ്റ് ചെയ്യടാ, ലൈവ് ആണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യില്ല, ഡിലീറ്റ് ചെയ്യാം. അപ്പൊ അവൻ എന്നോട് തംസപ്പ് ഒക്കെ കാണിച്ചു. ഡിലീറ്റ് ചെയ്തില്ലാന്ന് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതും കൂടെ അവൻ ലൈവായി കൊടുത്തു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ പദയാത്ര മതിയായിരുന്നു എന്ന് ഷാഫി. അത് ലൈവിൽ പോയപ്പോൾ ഡിലീറ്റ് ചെയ്യണേടാ മക്കളെ എന്ന് ഷാഫി പറഞ്ഞത് അതേപടി അനുസരിച്ചുകൊണ്ട് നാട് നീളെ പ്രചരിപ്പിച്ച അണികളുള്ള പാർട്ടിയല്ലേ. സതീഷ് ചേട്ടൻ്റെ ഹെലികോപ്റ്റർ വീഡിയോ പുറത്ത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ല, ഇതപ്പോ ഏത് ടൈപ്പ് ഓഫ് ദൂരത്തിൽ പെടുത്തും? പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോ ചെത്തുകാരന്റെ വീട്ടിൽ നിന്ന് ഉയർന്നു വന്നൊരു മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഹെലികോപ്റ്റർ എടുത്ത കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി തൊഴിലാളി വർഗത്തിന്റെ അപ്പോസ്തലൻ പിണറായി വിജയൻ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അഭിമാനമാണോ? നിങ്ങൾക്ക് അപമാനമാണോ? CPM-ന്റെ നല്ലവരായ പ്രവർത്തകന്മാർ ചിന്തിക്കണം. ആഹാ, എത്ര സുന്ദരമായ വിമർശനം. ചെത്തുകാരൻ്റെ മകൻ ഇപ്പം സഞ്ചരിക്കുന്നത് ഹെലികോപ്റ്ററിലാണെന്നതാണ് സുധാകരൻജിയുടെ വിഷമം. ചെത്തുകാരൻ്റെ മകന് അതിന് യോഗ്യതയില്ല എന്നാണ് സുധാകരൻജിയുടെ തിയറി. എല്ലാ കാലത്തും ഇങ്ങനെ വ്യക്തി അധിക്ഷേപം നടത്തി വിമർശിക്കാൻ എങ്ങനെ സാധിക്കുന്നു സുധാകരൻജി? ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? അപ്പൊ പറഞ്ഞു വന്നത്, ഒഫീഷ്യൽ കാര്യത്തിനാണെങ്കിലും ഹെലികോപ്റ്റർ ഉപയോഗിക്കണത് കണ്ടാല് അപ്പൊ ധൂർത്ത് ധൂർത്ത് എന്ന് പറയണം. അതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ലൈൻ. ഇയാൾ ആരാണ്? ഈ കേരള ഇന്ത്യ രാജ്യത്ത് എത്ര മുഖ്യമന്ത്രിമാർ അങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്? ഇയാൾക്ക് എന്താ ഒരു പ്രത്യേകത? ഇയാൾ നിന്ന് ഇറങ്ങി വന്നയാളാണോ? ഇയാൾക്ക് എന്താ പ്രത്യേകത? എന്തിനാണ് ഹെലികോപ്റ്റർ? ഇതിന് മുമ്പും ഹെലികോപ്റ്റർ എടുത്തിട്ടുണ്ട്. 80 ലക്ഷം രൂപ നിങ്ങൾ വാടക കൊടുത്ത് ഹെലികോപ്റ്റർ എടുത്ത് പോയിട്ടുണ്ട്. കണ്ണൂര്, വയനാട്, കോഴിക്കോട് ജില്ലകളിലെ സമരാഗ്നി യോഗത്തിന് സതീഷ് ചേട്ടൻ വന്നത് ഹെലികോപ്റ്ററിലാണെന്നാണ് പറയുന്നത്. അതിൽ ധൂർത്തില്ലേട്ടാ, ധൂർത്തില്ലാത്തൊരു പ്രത്യേകതരം ഹെലികോപ്റ്ററാണ് സതീഷ് ചേട്ടന്റെ ഹെലികോപ്റ്റർ. ധൂർത്തിന്റെ കാര്യം മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ബാധകം. എന്ത് മെച്ചം കിട്ടി കേരളത്തിന്? എന്ത് നേട്ടം കിട്ടി കേരളത്തിന്? ഇത് പണ്ടാരോ പറയലുണ്ട്, ഇത് പിന്നെ ആരാൻ്റെ പണം വായി കോരി ചെലവഴിക്കുമ്പോൾ അവന് ദുഃഖിക്കേണ്ട കാര്യമില്ല. പണം ആരതാണോ അവരെ ദുഃഖിക്കേണ്ട കാര്യമുള്ളൂ. ഇത് യുവാക്കൾ അദ്ദേഹത്തിന് ഒരു ബന്ധമില്ലാതെ നമ്മൾ പൊതുഖജനാവ് ദൂത്തടിച്ച് ഈ നാടിനെ പൊട്ടിച്ചോറാക്കുന്ന ഒരു മുഖ്യമന്ത്രി ഈ നാടിന് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്താ ഇയാൾക്ക് തലക്ക് വല്ല വട്ടുണ്ടോ? ഒരു തരി പോലെ ആഡംബരമില്ലാത്ത ഈ ഗാന്ധിയൻ എളിമയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ ആരാണ് കടന്നു വരുന്നത്? വരൂ, വന്ന് ഹെലികോപ്റ്റർ യാത്രയെ ന്യായീകരിക്കൂ. ഞങ്ങൾ പാർട്ടിയുടെ കാശാ കൊടുക്കുന്നത്, ഞങ്ങൾ ജനങ്ങളുടെ കാശല്ല. ഓ, പാർട്ടിയുടെ കാശാണോ? ആ, ഓക്കെ. അല്ല, പാർട്ടിയുടെ കയ്യിൽ 5 പൈസ ഇല്ല, നിത്യവൃത്തിക്ക് വകയില്ലാതെയാണ് കഴിയണെന്ന് കഴിഞ്ഞ സ്ഥലം സുധാകരൻജി പറഞ്ഞത്. നമ്മളെ കൈമൽ എന്ത് കാശാണ്?
ആ പണവും ഇല്ല കൊണ്ടുകൊണ്ട് അവിടെ നടക്കുന്നത്. ഞങ്ങളൊക്കെ രാഷ്ട്രീയം കളിക്കുന്നത് അന്നന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അന്നെന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെയാണ്. എന്ത് പണം നമുക്ക് നമ്മളെ അക്കൗണ്ട് പോയി നോക്ക്, നിങ്ങൾ ഏരിയ അക്കൗണ്ട് കാശ് എന്തൊന്നും അത് പിന്നെ മരവിപ്പിക്കാതൊന്നും ഇല്ലെന്നേ. ACCയുടെ കയ്യിലില്ല, KPCCന്റെ കയ്യിലില്ല, ജില്ലയിലില്ല, പേടിയില്ല. അതുകൊണ്ട് അതിലൊന്നൊരു പേടിയൊന്നും നമുക്കില്ല. ഓക്കെ. പാർട്ടിയുടെ പോക്കറ്റ് കാലിയാണെന്ന് സുധാകരൻജി, ഹെലികോപ്റ്റർ ചെലവ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് എടുത്തതാണെന്ന് മുരളീധരൻ. എന്തോ ഇവിടെ ഒരു തകരാറ് പോലെ ഉണ്ടല്ലോ. കോടികൾ പിരിച്ച് KPCC നേതൃത്വം ധൂർത്ത് കാണിക്കുന്നതാണെന്നൊന്നും ആരും ചിന്തിക്കില്ലട്ടോ. അത്യാവശ്യമൊക്കെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനൊന്നും ആരും എതിർപ്പ് പറഞ്ഞിട്ടില്ല. സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഹെലികോപ്റ്റർ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അതിൽ തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. സ്ഥിരമായിട്ട് ഹെലികോപ്റ്റർ ഉദ്ഘാടനത്തിനും മറ്റുള്ള തിരക്കിട്ടുള്ള പരിപാടികൾ ഏൽക്കേണ്ട കാര്യമില്ല. അതിന് മുഖ്യമന്ത്രി സ്ഥിരമായിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിക്കണില്ലല്ലോ മുരളീധരേട്ടാ. നിങ്ങളൊക്കെ രാഷ്ട്രീയക്കാരല്ലേ, അത്യാവശ്യ സമയത്ത് ഏത് പാർട്ടിയിലുള്ള ആളായാലും ഹെലികോപ്റ്റർ ഉപയോഗിക്കണോണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ചെത്തുകാരന്റെ മോനിപ്പോ ഹെലികോപ്റ്ററിലാ പോക്കെന്ന് KPCC പ്രസിഡന്റ് പറയണതും മുഖ്യമന്ത്രിക്ക് എപ്പോഴും ധൂർത്താണെന്നുള്ള പ്രതിപക്ഷ നേതാവും കണ്ണടച്ച് ആരോപിക്കണത് ശരിയാണോ? അങ്ങനെ അല്ലാത്ത ഇപ്പോൾ ദുരന്തം ഉണ്ടാവുന്നു, ദുരന്തഭൂമിയിലേക്ക് ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ടി വരും. പ്രതിപക്ഷ നേതാവൊക്കെ സഞ്ചരിക്കും ഞങ്ങളുടെ പാർട്ടി കാശുകൊണ്ട്. ഓ, ദുരന്ത ഭൂമിയിലേക്ക് മാത്രം ഹെലികോപ്റ്റർ ആവാല്ലേ? അയ്യോ, അപ്പോ കോൺഗ്രസിന്റെ സമരാഗ്നി വൻ ദുരന്തം പരിപാടിയായിരുന്നു മുരളീധരേട്ടാ. ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, നമുക്ക് വേറെല്ലാം പറയാം. എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് ആരും ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. കാരണം കാലം മാറുകയാണല്ലോ, അതുകൂടെ നോക്കണം. എല്ലാത്തിനും വിമർശിക്കുന്ന ഏർപ്പാട് എനിക്കില്ല. സതീശേട്ടന് സന്തോഷമായല്ലോ. മുഖ്യമന്ത്രിനെ എപ്പോഴും വിമർശിച്ചിട്ട് അതിനേക്കാൾ വലിയ ധൂർത്ത് നിങ്ങൾ കാണിക്കുമ്പോൾ ന്യായീകരിക്കാൻ പാട് പറഞ്ഞത് ഞങ്ങളുടെ മുരളീധരനെ പോലുള്ളവരാണ്. അപ്പോ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിച്ചാൽ അത് ധൂർത്ത്, പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ചാൽ അത് അത്യാവശ്യ കാര്യം. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. മുഖ്യമന്ത്രിക്കും സർക്കാരിനെതിരെ ധൂർത്താരോപണവുമായി ഇനിയും ഇതുവഴി വരില്ലേ സതീശേട്ടാ? പത്തനംതിട്ട ഉള്ളം കയ്യിൽ ഇങ്ങനെ വെച്ച് അമ്മാനമാടുന്നതും സ്വപ്നം കണ്ടിരിക്കുകയാണ് മക്കളെ നമ്മുടെ PC ജോർജ്. PCയുടെ സംസാരമൊക്കെ കേൾക്കണം. എന്താ ഒരു വിനയം, എന്താ ഒരു എളിമ. അപ്പോഴേ PC എങ്ങനെയാ കാര്യങ്ങള്? പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ഇറങ്ങല്ലേ? ഞാൻ കേട്ടില്ല, എന്നോട് ആരും പറഞ്ഞില്ല. ഇതോ ജനങ്ങളിലേക്ക് ഇറങ്ങി പരിപാടിയൊക്കെ നടത്തണ്ടല്ലോ. കയ്യിലിരിക്കണ ആ പേപ്പറിലുള്ളത് മോദിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള കാര്യങ്ങളല്ലേ? തെരഞ്ഞെടുപ്പ് തന്ത്രാണല്ലേ? ഇന്നലെ മിനിങ്ങാന്ന് മീറ്റിംഗ് കുറച്ച് കള്ള. അതായത് പറയാം, എനിക്ക് ഒളിച്ചു വെച്ചോടൊന്നുമില്ല. ഞാൻ BJP കഴിഞ്ഞ് ജനുവരി 31 BJP മെമ്പർഷിപ്പ് പറഞ്ഞു. അതിനുശേഷം ദൈവം സാക്ഷി ഒരു സ്ഥാനം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ എന്നെ സജീവമായി പരിഗണിക്കുന്നുവെന്ന് BJPയുടെ നേതൃത്വം പറഞ്ഞ് എനിക്കറിയത്തുള്ളൂ. ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് സത്യമായിട്ടും എനിക്കറിയത്തില്ല, എനിക്കറിയില്ല. എന്നെ വിശ്വസിക്കും, ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ പാർട്ടി നിർദ്ദേശം പറഞ്ഞ് ഞാൻ മത്സരിക്കും. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ടെന്ന് BJP നേതൃത്വം പറഞ്ഞിട്ടേ അറിയൂ, അല്ലാതെ വേറൊന്നും അറിയില്ല അത്രേ. അല്ല, PCA നേതൃത്വം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെയായിരിക്കുമല്ലോ സ്ഥാനാർത്ഥി. അല്ല, അതൊക്കെ പോട്ടെ, പത്തനംതിട്ട മണ്ഡലം എങ്ങനെയാ? ജയിക്കുമോ? നല്ല മണ്ഡലമാണോ? ശബരിമല ശാസ്താവിൻ്റെ മണ്ഡലം മോശമാണ്. അവിടെ മത്സരിക്കാൻ ഒരു ഭാഗ്യം ദൈവത്തിനായിരിക്കും സംശയം. ഓ, ശബരിമല ശാസ്താവിന്റെ മണ്ഡലത്തിൽ പിന്നെ PC അല്ലാണ്ട് വേറെ ആരാ ജയിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്തുണ്ടായ ഒരു ദൈവിക ഭാവം കണ്ടോ? ഇതാണ് സുരേന്ദ്രൻജി സ്വപ്നം കണ്ട സ്ഥാനാർത്ഥി. പിന്നെ ഓപ്പോസിറ്റ് തോമസ് ഐസക് ആയിരിക്കൂട്ടാ. പേടിയുണ്ടോ? പിന്നെ ഐസക് ധൈര്യമായിട്ട് ഇറങ്ങണം. ഇവിടെ 4 ലക്ഷം കോടി രൂപ കടമുണ്ടാക്കി വെച്ച് കിബി കച്ചവടം നടത്തിയവരാണ്. ഇവരെ നാട്ടുകാർ അടിക്കും. വോട്ട് ചെയ്യാൻ ചോദിച്ചാൽ വോട്ട് ചോദിച്ചാൽ ഐസക് ആലപ്പുഴക്കാരെന്തിനാ പത്തനംതിട്ട വരുന്നത്? പിന്നല്ലാതെ തോമസ് ഐസക് ആലപ്പുഴക്കാരനല്ലേ? വെറുതെ എന്തിനാ പത്തനംതിട്ടയിൽ വരുന്നത്? ഞങ്ങളുടെ PCക്ക് പേടി ഉണ്ടായിട്ടൊന്നല്ല കേട്ടോ, ചെറിയൊരു ഭയം. പ്ലീസ്, ആരും ഞങ്ങളുടെ PC ഉപദ്രവിക്കരുത്. ആത്മീയ ചിന്തകളുമായി ആ പാവ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ എന്ന്. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.